ഞാൻ ഷെർലി ധനേഷ്, GITDയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. GITD എന്ന് പറയുന്നത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ഡിസൈനിങ്. അതായത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് GITD. വർക്കിംഗ് വിമൻസിനും വിദ്യാർത്ഥികൾക്കും മറ്റുള്ള വീട്ടമ്മമാർക്കും പറ്റിയ നിരവധി കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളും ബ്യൂട്ടീഷ്യൻ കോഴ്സുകളും ഓർണമെൻറ്റ്സ് ഡിസൈനിങ് കോഴ്സുകളും മറ്റുള്ള ഷോർട്ട് ടേം കോഴ്സുകളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൽ തന്നെ 6 മന്ത് കോഴ്സും ഉണ്ട്, 1 ഇയർ കോഴ്സും ഉണ്ട്. അതുപോലെ ബ്യൂട്ടീഷ്യനിലും 6 മന്ത് ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞിട്ട് 6 മന്ത് കോഴ്സ് ഉണ്ട്. പിന്നെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞിട്ട് 1 ഇയർ കോഴ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ചെറുമാതിരി കോഴ്സുകളും ചെയ്യുന്നുണ്ട് ബ്യൂട്ടീഷ്യനിൽ തന്നെ. അപ്പോൾ ഇതിലിപ്പം വീട്ടമ്മമാർക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് 6 മന്ത് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളാണ്. അതിലിപ്പം മെയിനായിട്ട് വരുന്നത് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്, ഹാൻഡ് എംബ്രോയിഡറി, ഫാബ്രിക് പെയിൻറ്റിങ് അങ്ങനെയുള്ള സിലബസുകളാണ് വരുന്നത്. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ തന്നെ ലേഡീസിനും ജെൻസിനും കിഡ്സിനും പറ്റിയ ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ 1 ഇയർ കോഴ്സിൽ മെയിനായിട്ട് സ്റ്റുഡൻസ് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് 1 ഇയർ കോഴ്സ് ശരിക്കും ചെയ്യുന്നത്. അതിൽ നമ്മൾ അത് 2 സെമസ്റ്ററായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഒരുപാട് സിലബസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ആരും തന്നെ വെറുതെ നിൽക്കുന്നില്ല. എല്ലാവരും ഓരോ ജോലിയിലും എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അത് നമ്മളെ അവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പം GITD പറയുന്നത് കേരളത്തിൽ മുഴുവൻ ഞങ്ങൾക്ക് സ്വന്തം ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ GITD അംഗീകരിച്ച ഫ്രാഞ്ചൈസി സെൻറ്ററുകളിലും കൂടെയാണ് ഞങ്ങൾ ഈ കോഴ്സുകൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരവധി അവാർഡുകളും എല്ലാം കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് GITD. ഈ കോഴ്സ് കഴിഞ്ഞ മിക്ക കുട്ടികളും ഓരോ ജോലിയിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ബൊട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഫാഷൻ ഡിസൈനറായിട്ട് സിനിമ ഫീൽഡിലും സീരിയൽ ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധി ആൾക്കാരെ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് GITD. എൻ്റെ പേര് അപർണ. ഞാൻ GITDയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. 4 വർഷമായിട്ട് ഞാനിവിടെ ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ GITDയിൽ മെയിനായിട്ട് 2 വിധം കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് 6 മാസത്തെ കോഴ്സും പിന്നെ ഒന്ന് 1 ഇയർ കോഴ്സും. 6 മാസത്തെ കോഴ്സ് മെയിനായിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. 1 ഇയർ കോഴ്സിൽ തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കുന്നുണ്ട്. അത് SLC പാസ്സായ പേർക്കാണ് 1 ഇയർ കോഴ്സ് പഠിപ്പിക്കുന്നത്. 1 ഇയർ കോഴ്സിൽ ഫാബ്രിക് പെയിൻറ്റും ഹാൻഡ് എംബ്രോയിഡറിയും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഫാബ്രിക് പെയിൻറ്റിൽ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിക്കുന്നുണ്ട്. ഫാബ്രിക് പെയിൻറ്റിൽ ഒരു കുട്ടിയെ എങ്ങനെ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യാം, ഡിസൈൻ ഡ്രസ്സിലേക്ക് എങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലോത്തിൽ പെയിൻറ്റ് കൊണ്ട് ചെയ്യുന്നതിനെയാണ് ഫാബ്രിക് പെയിൻറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അതിൻ്റെ ആദ്യം ലൈൻസ് ചെയ്യാനും പിന്നെ അത് ഡിസൈനിലേക്ക് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. വിവിധ ഷെയ്ഡുകൾ പഠിപ്പിക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ഷെയ്ഡുകൾ പഠിച്ചാൽ പിന്നെ നമുക്ക് നമ്മളുടെ ഓരോ കുട്ടികളുടെ ടാലൻറ്റ് അനുസരിച്ച് അത് വികസിപ്പിച്ചെടുക്കാൻ പറ്റും. കളർ കോമ്പിനേഷൻ എങ്ങനെ കളർ കോമ്പിനേഷനിൽ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കളർ തിയറി, അത് ബേസിക്കായി കളർ തിയറി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് കളർ കോമ്പിനേഷനുകൾ പഠിപ്പിക്കുന്നത്. ഒരു 2 കളർ തമ്മിൽ മിക്സ് ചെയ്താൽ കിട്ടുന്ന കളറിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷമാണ്
അത് ഡിസൈൻ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഒരു കുട്ടി ആദ്യമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ആദ്യം ആ കുട്ടിയെ ലൈൻസ് ഇടാനാണ് പഠിപ്പിക്കുന്നത്. അതായത് അവരുടെ കുട്ടിയുടെ കൈ വഴങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യം ലൈൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഷെയ്ഡ് പഠിപ്പിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഷെയ്ഡുകളിൽ കുറച്ച് ഷെയ്ഡുകളാണ് ട്രിപ്പിൾ ഷെയ്ഡ്, സെൻറ്റർ ഷെയ്ഡ്, ഹാഫ് ഷെയ്ഡ് എന്നിവ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിലേക്ക് ഡിസൈൻ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള നോളേജ് കിട്ടും. അതിനുശേഷം കുട്ടീൻ്റെ ടാലൻറ്റ് അനുസരിച്ച് അത് ആ കുട്ടിക്ക് വികസിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ 1 ഇയർ കോഴ്സിന് വേണ്ട ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് മാത്രമേ 1 ഇയർ കോഴ്സിൽ നമ്മളിവിടെ അഡ്മിഷൻ കൊടുക്കാനുള്ളൂ. 6 മന്തിന് അത് ബാധകമല്ല. 6 മന്ത് കോഴ്സിന് പ്രായപരിധിയും ഒന്നുമില്ല. ഏത് പ്രായക്കാർക്കും 6 മന്ത് കോഴ്സ് ഇവിടെ പഠിക്കാവുന്നതാണ്. 1 ഇയർ കോഴ്സിൽ നമ്മൾ തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ തിയറി പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്കും അതിൻ്റെ തിയറി ആദ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. തിയറി കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്. അതായത് തിയറിയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തിയറി കോഴ്സ് നമ്മൾ തിയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്തു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു കുട്ടി ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ആ കുട്ടിക്ക് ഔട്ട്ലൈൻ മുതൽ ഷെയ്ഡിങ് വരെ പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഡിങ്ങിൽ വിവിധ ഷെയ്ഡുകളുണ്ട്. അതിൽ മെയിനായിട്ട് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഷെയ്ഡുകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഷെയ്ഡുകളാണ് ട്രിപ്പിൾ ഷെയ്ഡ്, സെൻറ്റർ ഷെയ്ഡ്, ഹാഫ് ഷെയ്ഡ്, ഔട്ടർ ഷെയ്ഡ്, ഇന്നർ ഷെയ്ഡ് എന്നിവയും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നർ ഷെയ്ഡ്, ഔട്ടർ ഷെയ്ഡിൽ വെറ്റും ഡ്രൈയും ഉണ്ട്. വെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെയിൻറ്റ് ചെയ്ത് അതിന് ഉണങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന പെയിൻറ്റിനെയാണ് വെറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഒരു പെയിൻറ്റ് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതിനെയാണ് ഡ്രൈ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ഫാബ്രിക് പെയിൻറ്റ് പഠിക്കാൻ വന്നാൽ ആദ്യം ആ കുട്ടിയെ ഒരു ക്ലോത്തിൽ ലൈൻസ് ചെയ്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലൈൻസ് ഇട്ടതിന് ശേഷം ലൈൻസ് നല്ല കൈ വഴങ്ങിയതിന് ശേഷമാണ് ഷെയ്ഡുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചെറുവിരൽ ക്ലോത്തിനെ ടച്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. നമ്മളുടെ ഫുൾ ബാലൻസ് ചെറുവിരലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അത് നമ്മളിവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. പരിശീലനത്തിന് ശേഷം അവരത് നീറ്റായി ചെയ്തിട്ട് ഇവിടുന്ന് പോകാറുമുണ്ട്. ഒരു ഡ്രസ്സിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്താൽ അതിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടും. അതുകൊണ്ട് പ്രിൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഫാബ്രിക് പെയിൻറ്റ്. ഫാബ്രിക് പെയിൻറ്റും ഹാൻഡ് എംബ്രോയ്ഡറിക്കും മെഷീൻ എംബ്രോയ്ഡറിയും അല്ലെങ്കിൽ മെഷീൻ പ്രിൻറ്റ് ചെയ്യുന്നതിനേക്കാളും വാല്യൂ എക്സ്പെൻസീവ് ഉള്ളതാണ് ഫാബ്രിക് പെയിൻറ്റും ഹാൻഡ് എംബ്രോയ്ഡറിയും. ഹാൻഡ് എംബ്രോയ്ഡറിയും പെയിൻറ്റിങ്ങും നന്നായി ചെയ്യുന്നവർക്ക് മാർക്കറ്റിൽ നല്ല വാല്യൂ ഉണ്ട്, പ്രോഡക്റ്റിന് നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ കഴിവനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കുന്നതാണ്.